സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഡോക്ടർമാരെ കൂട്ടമായി സ്ഥലം മാറ്റി ആരോഗ്യവകുപ്പ്. മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധനയ്ക്ക് മുന്നോടിയായാണ് വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ കോന്നി, ഇടുക്കി മെഡിക്കൽ കോളേജുകളിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയത്. പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിന് പകരം സ്ഥലം മാറ്റി പ്രശ്നപരിഹാരം നടത്തുന്നതിനെതിരെ ഡോക്ടർമാർ കടുത്ത പ്രതിഷേധത്തിലാണ്. കോന്നി മെഡിക്കൽ കോളേജിലേക്ക് 33 ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് 28 ഡോക്ടർമാരെയാണ് സ്ഥലം മാറ്റി നിയമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയത്. കോന്നി, ഇടുക്കി മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ മാത്രമായുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥലം മാറ്റമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ് ഡോക്ടർമാരെ മാറ്റിയത്. ഇത് ചികിത്സാ രംഗത്തും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. പത്തോളജി വിഭാഗത്തിൽ നിന്ന് ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ പരിശോധനാ റിപ്പോർട്ടുകൾ കിട്ടുന്നത് തന്നെ 2-3 മാസം വൈകിയാണ് കിട്ടുന്നത്. OP-കളിൽ ഡോക്ടർമാരുടെ കുറവുണ്ടാവും. അപ്പോൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വരുന്ന രോഗികൾ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. റൗണ്ട്സ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും മെഡിസിൻ, കാർഡിയോളജി പോലുള്ള തിരക്കേറിയ വാർഡുകളിൽ ഇപ്പോൾ തന്നെ 1-2 മണിവരെയാണ് റൗണ്ട്സ് പോകുന്നത്. ഇനി അത് 3-4 മണിവരെ പോകുന്ന സ്ഥിതിവിശേഷം വരും. അപ്പൊ ഈ അവസാന രോഗിയെ കാണുന്നത് രാവിലെ കാണേണ്ടുന്നതിന് പകരം 4 മണിക്കൊക്കെ കണ്ടിട്ട് അവർക്ക് എന്ത് ചികിത്സയാണ് പിന്നീട് കിട്ടുന്നത്, എന്ത് പരിശോധനയ്ക്കാണ് അവർ, ഏത് ലാബിലാണ് പോകേണ്ടത്. അപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്, പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. കൂട്ടസ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ച് പഞ്ചിങ് ഒഴിവാക്കാനും രോഗികളെ പരിശോധിക്കുന്നത് പരിമിതപ്പെടുത്താനുമാണ് ഡോക്ടർമാരുടെ സംഘടനയായ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഇങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ അത് ചികിത്സയെയും ബാധിച്ചു തുടങ്ങും. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. സാനിയോ മനോമി വിശദാംശങ്ങളുമായി. സാനിയോ, മെഡിക്കൽ കൗൺസിലിൻ്റെ പരിശോധന വരുമ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത മെഡിക്കൽ കോളേജുകളിലേക്കാണ് ഇപ്പോൾ ഡോക്ടർമാരെ സ്ഥലം മാറ്റി ക്രമീകരിച്ച് മെഡിക്കൽ കൗൺസിലിനെ ശ്രദ്ധ മാറ്റുന്നത്. അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം, ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളിൽ നേരത്തെ തന്നെ മെഡിക്കൽ കൗൺസിൽ നടത്തിയ പരിശോധനകളിൽ അവിടെയുള്ള പല പോരായ്മകളും കണ്ടെത്തുകയും അത് കോഴ്സിന്റെ അനുമതിയെ ബാധിക്കുകയും അടക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധനയ്ക്ക് മുന്നോടിയായാണ് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് 33 ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് 28 ഡോക്ടർമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റം നടന്നത്. കോന്നിയിലും ഇടുക്കിയിലും തസ്തിക സൃഷ്ടിക്കൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതിലൊന്നും നിയമനം നടത്താത്തതാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റിക്കൊണ്ട് മെഡിക്കൽ കൗൺസിലിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്നത് എന്നാണ് ഡോക്ടർമാരുടെ സംഘടനയായ മെഡിക്കൽ PG ഡോക്ടേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഇതിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഡോക്ടർമാർക്കുള്ളത്. കാരണം ഇത് മറ്റു മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുമെന്നതിനൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നം രോഗികളെ കാര്യമായി ബാധിക്കുമെന്നാണ്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ സംസാരിച്ച ഡോക്ടറും പറഞ്ഞിരിക്കുന്നത്. വലിയ തരത്തിൽ ഇത് രോഗികളെ ബാധിക്കാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പഞ്ചിങ് ഒഴിവാക്കുകയും അതുപോലെ കൂടുതൽ രോഗികളെ നോക്കാതിരിക്കുകയും തുടങ്ങിയ സമര രീതികളിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമായി സംസാരിക്കുകയും ചർച്ചയടക്കം നടത്താനുള്ള തീരുമാനമുണ്ട്. പക്ഷേ ഇതിലൊന്നും തീരുമാനമാകുന്നില്ല എങ്കിൽ പഞ്ചിങ് ബഹിഷ്കരിച്ച് കൂടുതൽ രോഗികളെ നോക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള സമരമാർഗമായിരിക്കും ഡോക്ടർമാർ സ്വീകരിക്കുക എന്നറിയുന്നു. ഏതായാലും ഇടുക്കിയിലും കോന്നിയിലും ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. KGMO അടക്കമുള്ള സംഘടനകളെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്.